വെൽക്കം ബാക്ക് ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതി. നമ്മൾ പൂനത്തിന്റെ 20 വർഷത്തെ കാത്തിരിപ്പ് അവസാനിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. പൂനത്തിന്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ടെത്തിയ വിഷ്ണു മിനിയും തത്സമയം നമുക്കൊപ്പം ഉത്തർപ്രദേശിൽ നിന്നും ചേരുകയാണ്. വിഷ്ണു മിനി, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ്. നല്ല ഒരു കാര്യം ചെയ്തതിന്റെ ഒരു സന്തോഷത്തിലിരിക്കുകയാണല്ലേ രണ്ടാളും? അതെ അതെ അതെ. ഈ യാത്ര ശരിക്കും നിങ്ങളുടെ ഒരു ഹോളിഡേ ആയിരുന്നോ, അതോ പൂനത്തിന്റെ അച്ഛനമ്മമാരെ കണ്ടെത്തുക എന്നൊരു ലക്ഷ്യമായിരുന്നോ പ്രധാനം? മാഡം, ആക്ച്വലി ഈ വീഡിയോ തുടങ്ങുന്നതിന്റെ, അതായത് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അന്നത്തെ വീഡിയോ തന്നെ നമ്മൾ പറയുന്നുണ്ട്, ഈ യാത്ര കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എന്തെങ്കിലും ഒരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് പൂനത്തിന്റെ അച്ഛനും അമ്മയും കണ്ടെത്തി കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നുണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ. കാരണം ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ കുട്ടിയും ഒത്ത് അവരുടെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കണം, പോകണമെന്നും പറഞ്ഞ് 2-3 പ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ ഒരു പെൺകുട്ടിയെയും കൊണ്ട് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, ഒരുപക്ഷെ അവൾ സ്ട്രഗിൾ ചെയ്യില്ല. അപ്പം ആ 3 പ്രാവശ്യവും നമ്മളെ ബ്ലോക്ക് ചെയ്ത ഒരു ഘടകം ഫിനാൻസ് തന്നെയായിരുന്നു. അപ്പം ഈ ഒരു യാത്ര ഞങ്ങളുടെ ഹോളിഡേ അല്ല, ഞങ്ങളുടെ ലൈഫിൽ ഇത് കണക്കൊരു എൻഡ് പോയിന്റ്. ഇനി എന്തെന്നൊരു ചോദ്യം വന്ന സമയത്ത് എന്നാൽ ഒരു ലോങ് ജേണിക്ക് ശേഷം തീരുമാനിക്കാം എന്നുള്ളൊരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങള് വാരണാസിയിൽ നിന്ന് ഏകദേശം 47ാമത്തെ ദിവസമായപ്പോൾ ഞങ്ങൾ ബുള്ളറ്റ് ലൈഫ് ആയിരുന്നു. ഞങ്ങളുടെ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് ബുള്ളറ്റ് അരുണാചൽ പ്രദേശിൽ നിർത്തി അവിടുന്ന് വാരണാസി വന്നു. അവിടെ നിന്നും മധുരയിലെത്തി. മധുരയിൽ നിന്നും 2 ദിവസം അലഞ്ഞു ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഞങ്ങൾ കണ്ടെത്തി. അതാണ് അതിന്റെ കറക്റ്റ് വഴി. അതായത് ഒരു 6 വയസ്സുകാരിയുടെ ഓർമ്മയിൽ നിന്നാണ് ഈ ആളുകൾ എവിടെയാണുള്ളത്, അതായത് അച്ഛൻ, അമ്മ, അവരുടെ പേര്. വളരെ വിചിത്രമായി തോന്നും ആളുകൾക്ക്, ഇങ്ങനെയൊക്കെ കണ്ടെത്താൻ കഴിയുമോ? അതും 20 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ താമസിച്ച സ്ഥലത്ത് നിന്ന് അവർ മാറിപ്പോയിട്ടുണ്ടാകാം. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ കഥ പോലെയുള്ള, ഇത് ചിലപ്പോൾ സിനിമയായെന്ന് വരാം കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഈ യാത്രയും പൂനത്തിന്റെ കാത്തിരിപ്പും എല്ലാം ചേർന്ന്. അപ്പോൾ ഈ 6 വയസ്സുകാരിയുടെ ഓർമ്മയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം അതേപടി ഉണ്ടായിരുന്നോ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ മധുരയിൽ? മാഡം, ആക്ച്വലി അവളുടെ ഓർമ്മ അത്രമാത്രം ഷാർപ്പായിരുന്നു എന്നുള്ളതാണ് കറക്റ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മിനി ആ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്, മോളെ നീ പറഞ്ഞു തന്ന മരം ദാണ്ട് ഇതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ റൂമിനകം കണ്ടപ്പോൾ തന്നെ പൂനം പറയുന്നുണ്ട് അതുപോലെ. പക്ഷെ ഒരു പ്രശ്നം ഞങ്ങളെ അലട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങള് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊന്നും ഞങ്ങൾ പോയില്ല. അവിടുത്തെ പ്രായമായ ആൾക്കാർ, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ കടകളുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ പോലെ, അതുപോലുള്ള കടകളിലൊക്കെ കയറിയിട്ട് നമ്മൾ തിരക്കിയത്. അപ്പോഴും നമ്മളെ അലട്ടിയ പ്രശ്നം ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഡൗൺ ആയിപ്പോയി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജാതി നമ്മുടെ നാട്ടിലെ പോലെയല്ല, ജാതി ഭയങ്കരമായിട്ട് പ്രശ്നം. ചിലവർ പറയുന്നു അവര് നാടോടികളായിരുന്നു എന്ന് പറഞ്ഞു അന്ന് നമ്മളോട് പറഞ്ഞു. പിന്നെ ഞങ്ങളൊരു കോളനിയിൽ ചെന്നു. ഞങ്ങൾക്കത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരുപാട് പേര് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങളോട് ചോദിച്ചു. കാരണം ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് പേരോട് അന്വേഷിച്ച് ഏകദേശം 4-5 സ്പോട്ടുകളിൽ 5-6 കിലോമീറ്റർ വ്യത്യാസമുള്ള അവിടെ എല്ലാം ഞങ്ങൾ നടന്നുപോയി. അവസാനം കിട്ടില്ല, പക്ഷെ വിഷമിച്ചു. എന്നിട്ട് വീണ്ടും ഒരു ആശ്രമത്തിൽ ചെന്നു. ആശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച്, അതായത് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അവർ ഫുഡ് തരുമായിരുന്നു. ടയേർഡായി. അങ്ങനെ ആ ഉച്ച സമയത്ത് അവിടുത്തെ ഒരു മക്കാൻ എന്ന് പറയുന്ന മക്കാൻജിയോട് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്, നമുക്ക് വൈകിട്ട് ഒരു വടിയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് 8 മണിക്ക് ശേഷം എന്റെ ഇവിടുത്തെ ജോലി തീരും, നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ 8 മണിയാകുന്നത് വരെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനുശേഷം 8 മണിക്ക് ശേഷം അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്തു. അതിനു മുമ്പേ തന്നെ അദ്ദേഹം പോയി തിരക്കി. അദ്ദേഹം ഒരു പ്രായം ചെന്ന മനുഷ്യനായിരുന്നു. അങ്ങനെ പോയി തിരക്കി. അങ്ങനെ ഞങ്ങൾ തിരക്കി ആ രാത്രിയിൽ കണ്ടെത്തി. ചെല്ലുന്ന സമയത്ത് പൂനത്തിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. സത്യം പറയാലോ, നടന്ന ആ വീട്ടിലേക്ക് അടുക്കുന്ന സമയത്ത് കണ്ടെത്താൻ പോകുവാന്നുള്ള ഒരു വൈബ്രേഷൻ ഞങ്ങളുടെ മനസ്സിലുണ്ടായി. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരുപാട് ഒരു കാര്യം കേട്ടെന്ന് പറഞ്ഞാൽ, പെൺകുട്ടിയല്ലേ അവള്, ഇത്ര 10-22 വയസ്സിന് മുകളിലായില്ലേ, ഇനി എന്തിനാ അവൾ അമ്മയെ തേടി വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള പല സംസാരങ്ങളും പല സൈഡിൽ നിന്നും വന്നു. അതൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഇനി ചെന്ന് നോക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ അങ്ങനൊന്നും അല്ല. അവർ ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് ആശ്രമങ്ങളിൽ അവര് പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേരളത്തിലായിരിക്കും എന്നുള്ള കാര്യം. അത് ആ വീഡിയോയിൽ കാണാം, അവർ പൊട്ടിക്കരയുന്നത്. അതിന് അപ്പുറമായിരുന്നു. ആ ഒരു ഗ്രാമം മൊത്തം അവിടെ ഉണ്ടായിരുന്നു ആ രാത്രിയിൽ.
ഒരിക്കലും മറക്കാൻ ശരിക്കും നിങ്ങൾ പറ്റാത്ത ആ ഒരു ചില സാമ്പത്തിക മുഹൂർത്തങ്ങൾ. ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. നിങ്ങൾ കടന്നുപോയ വഴികളെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവസാനം കയ്യിലൊരു 150 രൂപയും പിടിച്ച് ആ 150 രൂപയ്ക്കും ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് അങ്ങനെ, അതായത് അവസാന ചില്ലിക്കാശും നുള്ളിപ്പെറുക്കി വെച്ച് അവസാനത്തെ ഒരു പോക്കെന്ന രീതിയിലാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അത് നമുക്ക് മനസ്സിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ്. കാരണം നിങ്ങളുടെ ആരുമല്ലാത്ത ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൾക്ക് കൊടുത്ത ഒരു വാക്കിൻ്റെ പുറത്താണ് നിങ്ങൾ അവസാനത്തെ ചില്ലി പൈസയും നുള്ളി എടുത്ത് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും നിങ്ങൾക്ക് അത് മതിയാകില്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെയും പേരിൽ കേരളത്തിന് തന്നെ ഒരു നന്ദിയാണ്. നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരാൾക്ക് അച്ഛനെയും അമ്മയും ഒക്കെ തിരിച്ചു കൊടുക്കുന്നതിലാണ് നിങ്ങൾ കാരണക്കാരായത്. അതിന് നിങ്ങൾ എടുത്ത ആ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് അഭിനന്ദിക്കാതെ വയ്യ. ആ ഒരു അവസാന മുഹൂർത്തം, അതായത് ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ വീഡിയോ കോൾ ചെയ്ത് അവരെ കാണിക്കുമ്പോൾ അതിനു മുൻപ് നിങ്ങൾ പറഞ്ഞിരുന്നോ മിനിയോട് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിയെന്ന്? ഇല്ല 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 പൂനത്തോട് അത് ഇല്ല ഇല്ല പറഞ്ഞില്ല. അത് യഥാർത്ഥത്തിൽ തിരക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇടയ്ക്ക് വെച്ച് അന്നത്തെ ദിവസം വൈകുന്നേരം വീഡിയോ കോൾ ചെയ്തിട്ട് പൂനത്തിനിടയ്ക്ക് അവിടുത്തെ എന്താ പറയാ, അവിടുത്തെ ആ ഒരു വലിയ കുളമുണ്ട് ആ അമ്പലത്തിന് മുന്നിൽ, ആ കുളം കാണിച്ചു കൊടുത്തു. അപ്പൊ അവള് പറഞ്ഞു അവിടുന്ന് ലെഫ്റ്റിലേക്ക് പോണം, അമ്പലത്തിനകത്താണ് വീടെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയാം ആ അമ്പലത്തിൽ ഇപ്പൊ ഭയങ്കര സെക്യൂരിറ്റിയാണ്, അകത്തേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ ഇവള് പറഞ്ഞത് ശരിയാണ്, അവിടുത്തെ പഴയ കൃഷ്ണക്ഷേത്രത്തിന് അടുത്ത് തന്നെയാണ് ഈ ടെമ്പിൾ ഉള്ളത്. അത് വളരെ ഷാർപ്പായിട്ടുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് മേഡം, കാരണം യഥാർത്ഥത്തില് പൂനത്തിന്റെ അമ്മ അച്ഛനെ കണ്ടുപിടിക്കുന്നതിനകത്ത് വേറൊരു റീസൺ ഉണ്ട്. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് 62ാമത്തെ ദിവസമാണ്, 57ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ ഈ യാത്ര സഫലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കാരണം ഈ 62 ദിവസവും ഞങ്ങളെ വിളിക്കാൻ ആരുമില്ല. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു ലൈഫ് അങ്ങനെയാണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പം ആരുമില്ലാത്തവന്റെ വിഷമം എത്രമാത്രം ഉണ്ടാകും. പക്ഷെ ചില വിഷമഘട്ടങ്ങൾ വന്നപ്പം ഒരുപാട് വിഷമം ഇതണക്ക് 20 രൂപ 150 രൂപയും കൈ തീർന്ന് 20 രൂപ മാത്രമുള്ള സമയത്തും ആരെങ്കിലും ഇന്നാളെങ്കിലും ഒന്ന് വിളിച്ചായിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ച മുഹൂർത്തമുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ആലോചിക്കണം, ആരും വിളിക്കാനില്ലാത്ത പൂനത്തിന് ഈ യാത്ര തുടങ്ങിയ സമയത്ത് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഒരു വീട് വാടകയ്ക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഘട്ടം. അപ്പം ആ ഒരു പെൺകുട്ടിക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടാക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും ഇത്രയും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സമയത്ത് അവർക്ക് ആരെങ്കിലും ലൈഫിൽ ഉണ്ടാകുന്ന നല്ലതാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഈ ഇനിഷ്യേറ്റീവ് എടുത്തത്. അല്ലെങ്കിലും അവർക്ക് ഞങ്ങൾ കണ്ടെത്തി കൊടുക്കുമെന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. വളരെ നന്ദി. ഈ ഒരു നന്മ തുടരട്ടെ, നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ മാറട്ടെ. കാരണം ഇത്രയും നന്മ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലും സൗഭാഗ്യങ്ങൾ വരും എന്നുള്ളതാണ്. കാരണം ആരോരുമില്ലാത്ത, നിങ്ങൾക്കറിയുക പോലും ഇല്ലാത്ത മറ്റൊരു സ്ഥലത്ത് ജനിച്ച ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ യാത്രയിൽ ഇത്രയും കഷ്ടപ്പെട്ടു പോയതും അവളുടെ കുടുംബാംഗങ്ങളെ അവൾക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തത്. ആ നന്മയ്ക്ക് അതിൻ്റെ ഉചിതമായ പ്രതിഫലം തന്നെ കിട്ടും. അപ്പോൾ ബി പോസിറ്റീവ്, ഇനിയുള്ള യാത്ര തുടരുക, ഈ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും കേട്ടോ. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. വിഷ്ണു മിനിയുമാണ് നമുക്കൊപ്പം ചേർന്നത്. അവരാണ് ഉത്തർപ്രദേശിൽ പോയി പൂനത്തിന്റെ കുടുംബാംഗങ്ങളെ കണ്ടെത്തി കൊടുത്തത്. നമ്മുടെ ചുറ്റിലും ഇങ്ങനെ നന്മ പറ്റാത്ത മനസ്സുകളുണ്ട്, അല്ലെങ്കിൽ മറ്റൊരുത്തന്റെ വിഷമം കാണുമ്പോൾ ആ വിഷമത്തിനൊപ്പം നിൽക്കാൻ, ഒപ്പം ഇറങ്ങി പുറപ്പെടാൻ കഴിയുന്ന ആളുകളുമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഇത്രയും സമയം നമ്മൾ മറ്റു വാർത്തകളിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് പോയത്.